കറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിക്കാനായിരിക്കും. ഞാൻ വളരെ കറക്റ്റായിട്ട് ചോദിക്കുമ്പോഴേ നിങ്ങളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പുള്ളിയോട്. മര്യാദക്കുള്ള ചോദ്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാം. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അത് ഒട്ടും അറിയാൻ പാടില്ല. കുറച്ച് പഠിപ്പിച്ചു കൊടുക്കണം കേൾക്കാൻ പറ്റില്ല. അത് കേൾക്കണം മോനെ. ചേച്ചിയോടൊക്കെ ഇന്റർവ്യൂ വരുമ്പോ അതൊക്കെ കേട്ടിട്ട് വന്നിരിക്കണം. അതെ, അപ്പൊ എന്ത് ചെയ്യണം? കൂടെ ഒരാളെ കൊണ്ട് കയറണമായിരുന്നു. ഞാനാണ് എങ്ങനെ കയറുള്ളൂ? അതിന് ധൈര്യമൊന്നും വേണ്ട. അതിന് ധൈര്യം വേണമെന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് രഞ്ജിത്ത് ഇപ്പൊ ഈ പറയുന്ന സംവിധായകൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ല. കാരണം എന്തറിയോ, ക്യാരവണകത്ത് ക്യാമറ ഇല്ല, ഒരു തെളിവും ഇല്ല. ഞാൻ ചോട്ടെ, ഈ പുരുഷന്മാരെ ഇപ്പൊ അദ്ദേഹത്തെ മാത്രമല്ല ഞാൻ പ്രത്യക്ഷത്തിൽ ആ കുട്ടികൾ വളരെ സൗമ്യമായിട്ടും അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത്. ഈ ഒരു ധൈര്യത്തിലായിരിക്കും ആ കുട്ടി അവിടെ അതിനകത്തേക്ക് കയറി ചെല്ലുന്നത്. അതായത് പുള്ളി വളരെ സ്നേഹത്തോടെ മോളെ വിളിച്ചായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കാമല്ലായിരിക്കും. ഇപ്പൊ എന്താ നേരത്തെ പറഞ്ഞ ഇയാള് നേരത്തെ പറഞ്ഞ വാക്ക് എന്താണ്? അതിനുള്ള മറുപടിയാണ് ഞാൻ തരുന്നത്. ഞാൻ പറഞ്ഞത് എന്നെ പോലെ ധൈര്യമുള്ള ആളാണ്. ഞാൻ ആ സ്പോട്ടിൽ അവിടെ വെച്ച് തല്ലിയിട്ട് ഇറങ്ങിക്കോളൂ. ഗ്യാസിന്റെ കാര്യങ്ങൾ വന്നു, അവരുടെ സ്വരച്ചേർച്ച ഇല്ലാതായി, അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. അപ്പോഴാണ് അവർ വെളിയിലോട്ട് വെച്ചത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിട്ടെ, ഈ കല്യാണം കഴിക്കാന്നാണ് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി ജീവിക്കല്ലേ? അപ്പൊ ഇവർക്ക് അത് കണ്ടിട്ട് ആ സ്പോട്ടിലൊന്നും ചെയ്യാൻ തോന്നുന്നു. ഞാൻ ചോദിച്ചതല്ല. അപ്പൊ പറയായിരുന്നില്ലേ, കല്യാണത്തിന് അന്ന് പറയണായിരുന്നു. ആ സ്ത്രീക്ക് ധൈര്യമായിട്ട് പറയാം, എന്റെ ഇത്ര രൂപ പറഞ്ഞാണ് ഈ നിൽക്കുന്നവന്. അവസ്ഥ ഞാൻ പറയുന്നതിനെ അനുകൂലിക്കണമെന്നില്ല. അതെ, തിരിച്ച് മറുപടി പറഞ്ഞാൽ മാത്രം മതി. ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കുന്നത് നേരെ അങ്ങോട്ടാണ്. എങ്ങോട്ട് പോയി? വേറെ കാര്യം ഒരു കാര്യം പറയാമായിരുന്നിട്ട് കൂടി ഇത്രയും ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ബലഹീനയായ ഒരു സ്ത്രീ വന്നാൽ തോണ്ടുമെന്ന് പറയുമ്പോ ദയവ് ചെയ്ത് മോൻ ബസ്സിൽ കയറി ആരും തോണ്ടാൻ നിൽക്കുന്നില്ല കേട്ടോ. ബലഹീനക്കാരാണോ? അല്ല, ബലഹീനക്കാരും എന്റെ മോന്റെ കാര്യം നീ പറയണ്ട. എന്റെ മോന്റെ കാര്യം നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചതിന് ഉത്തരമാണ് പറഞ്ഞത്. ഉറപ്പിച്ചു പറഞ്ഞതും ഉറച്ചു വിശ്വസിക്കുന്നതും ഒരു തുറന്ന വിചാരണയിലേക്ക്. ഓപ്പൺ കോർട്ടിൽ നിന്ന് നടിയും ആക്ടിവിസ്റ്റുമായ പ്രിയങ്ക അനൂപ്, നമസ്കാരം. നമസ്കാരം. ചൂടൊക്കെ എങ്ങനെയുണ്ട്? നല്ല ചൂടാണല്ലോ. പിന്നെ നല്ല ചൂടല്ലേ. കേരളം ഇലക്ഷന്റെ ചൂടും പാമ്പിന്റെ ചൂടും. ഇന്നിപ്പോ വളരെ ദുഃഖമായ ഒരു വാർത്ത കേട്ടിട്ട് എനിക്ക് അതിൽ ഒത്തിരി വിഷമമുണ്ട്. ഇന്നൊരു കുട്ടി പാമ്പ് പിടിച്ച് മരിച്ചു എന്നുള്ളത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. അതൊന്നും നമ്മുടെ മനസ്സിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ അവരുടെ മാതാപിതാക്കൾക്കൊക്കെ ദൈവത്തിന്റെ ഒരു ശക്തി കൊടുക്കട്ടെ. അത് തരണം ചെയ്യാന്ന് മാത്രമല്ലേ പറയാൻ പറ്റൂ. അതിന്റെ ഒരു വിഷമത്തിലാണ്. ചൂട് കൂടുതലാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ വിഷമമുള്ള ഒരു സമയമാണത്. എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മാക്സിമം കെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അല്ലാതെ എന്തും പറയാൻ പറ്റില്ലല്ലോ. അതെ, ഒരുപിടി ചൂടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോ റീസെന്റ് ഷിയാസ് കരീമിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായി. 60 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീയുമായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൽ 65 ലക്ഷം രൂപയോളം അവരെ പറ്റിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ അവർ വലിയ രീതിയിൽ തെളിവുകൾ കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്, മറ്റു പലരും പ്രസ്താവനകൾ ഇറക്കി. ഈ ഒരു സ്ത്രീ മാത്രമല്ല, പലരെയും തൻ്റെ മീഡിയ ഇമേജ്, ആർട്ടിസ്റ്റ് എന്നുള്ള ഇമേജും ഗ്ലാമർ യൂസ് ചെയ്ത് ഷിയാസ് കരീം ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടെന്നുള്ളത് എന്താണ് ചേച്ചിക്ക് തോന്നുന്നത്? ഇത് ഇപ്പം ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എന്താ പറയുക, ഓൺ ദി സ്പോട്ടിൽ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റിയ ഒരു അവസ്ഥയല്ല ഇപ്പോൾ പറയണത്. കാരണം ഇതൊരു പ്രണയമാണ്, ഒരു സുഹൃത്ബന്ധമായിരിക്കാം. നമുക്കിതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയില്ല. ഇവർ തമ്മിൽ എന്തായിരുന്നു ഒരു ബന്ധം എന്നറിയില്ല. പ്രായം ഇത്രയുണ്ട്, ഷിയാസിന് ഇത്രയും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ലെങ്കിൽ പോലും ഇത് സ്പോട്ടിൽ പ്രതികരിക്കാൻ പറ്റിയൊരു സംഭവമല്ല. കാരണം നമുക്ക് ചക്കയാണോ തുറന്നു നോക്കാനെന്ന് പറഞ്ഞ പോലെ ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ പ്രണയത്തിലേക്ക് പോവുകയാണെങ്കിലും അയാളെ ഒരു സെക്കൻഡ് കൊണ്ടൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇത്രയും നാളായപ്പോൾ ആ പറയുന്ന ആ സ്ത്രീ മുന്നോട്ട് വന്നതിൽ വളരെ ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് വേണ്ടത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നേക്കാൾ ഉപരി അവർക്ക് ഇത്രയും സ്നേഹമായിട്ട് ഇരുന്ന സമയത്താണ് ഈ പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നത്. എനിക്ക് അതിനകത്ത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന പോലെ ആ സ്ത്രീയെ ബഹുമാനിക്കുന്നു, അവർ കൊടുത്തത് നന്നായി, അങ്ങനെയുള്ളതൊക്കെ പുറത്ത് വരണം. അത് ആരായാലും, ഇപ്പം ഷിയാസ് എനിക്ക് അത്ര അറിയുന്ന ഒരാളാണ്. ആരാണെങ്കിൽ പോലും, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും രണ്ടുപേർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു വശം മാത്രമേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൂ, ഞാനും കേട്ടിട്ടുള്ളൂ.
അല്ലേ? ഒരു വോയിസ് ക്ലിപ്പുകളാണ് നമ്മൾ മുഴുവൻ കേട്ട് നമ്മളത് മനസ്സിലാക്കുന്നത്. ഓക്കെ. ഞാൻ ചോദിക്കുന്നത് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന സൗണ്ട് നമ്മൾ കേട്ടാൽ മാത്രമേ നമുക്ക് ഉം. ഇവരെന്തായിരുന്നു പറഞ്ഞിരുന്നേ, ഇതിന് ഓപ്പോസിറ്റ് അവരെ സൗണ്ട് എന്തായിരുന്നു, ഉം. എങ്ങനെയാണ് അവരവരോട് റിയാക്ട് ചെയ്തിരുന്നത് എന്നുള്ള അറിയണമെങ്കിൽ നമുക്കത് കേൾക്കണം. ഉം. അല്ലാതെ നമുക്ക് ഇതിനകത്തൊരു മറുപടി പറയാൻ ഞാൻ ആളല്ല. ഓക്കെ. കാരണം ഇത് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഉം. പക്ഷെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞത് എന്താ, സ്ത്രീകൾക്കൊന്നും ബോധവും വിവരമൊന്നും ഇല്ലേ? എന്തുമാത്രം സ്ത്രീകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എല്ലാവരും പോയിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടുമ്പോഴത്തേന് ഇത്രയും പൈസ വാരിക്കോരി കൊടുക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ ആരെങ്കിലും കൊടുക്കില്ലല്ലോ. ഉം. അപ്പം അതൊരു ഇഷ്ടം കൊണ്ടായിരിക്കാൻ കൊടുത്തിട്ടുണ്ടാവുക. ഉം. ഇതൊക്കെ തെളിഞ്ഞു വരണം. തെളിഞ്ഞു വരാതെ എന്നെ പോലെ ഒരാൾ ഇരുന്നിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഭാഗത്താണെങ്കിലും ആ ഭാഗത്താണെങ്കിലും ന്യായം ആരുടെ ഭാഗത്താണെങ്കിലും ആണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കണം. അങ്ങനെ ഒരാളെ സ്നേഹിച്ചിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഉം. ഇനി അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാഗത്തുള്ള ന്യായം ഞാൻ പറയാം, തീർച്ചയായിട്ടും തെറ്റാ. ആരുടെ ഭാഗത്താണ് തെറ്റ്? ഈ പറയുന്ന പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, ഞാൻ കൂടെ ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഉം. അതിൽ സത്യം എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞാൽ അത് സത്യമാണെന്ന് തെളിയുകയോ, അതിനാണ് ഞാൻ പറഞ്ഞ പോലീസ് നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉം. തെളിഞ്ഞു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അർഹിക്കപ്പെട്ടത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരാളെ ഇങ്ങനെയും പറഞ്ഞു, അത് കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഒരു ഇതായി കഴിഞ്ഞ് വലിച്ചെറിയാന്ന് പറയുന്നത് തെറ്റാ, അല്ലേ? അതെ. ഇതുപോലെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞു, ഇപ്പോ സിനിമാ സെറ്റിൽ ഒരു പീഡന ശ്രമമോ അല്ലെങ്കിൽ പീഡനം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ സ്പോട്ടിൽ പ്രതികരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ വിഷയവും ആ വിഷയവും ഏറെക്കുറെ സാമ്യതയുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ മാത്രം എങ്ങനെയാണ് ഈ സ്പോട്ടിൽ പ്രതികരിക്കണം? ഇത് രണ്ടും രണ്ടാണ്. അല്ല, അതെ, എൻ്റെ മനസ്സിൽ എൻ്റെ നിലപാട് വെച്ച് എങ്ങനെയാണ്? ഞാൻ പറയാം രണ്ടും രണ്ടാണെന്നുള്ളത്. ഇത് ഒരാൾ എന്താണ് ഇത്രയും നാള് കൊണ്ട് അവരെ സ്നേഹിച്ചു എന്ന് പറയുന്നു. ആ സംസാരത്തിൽ കൂടെയുള്ള അറിവാണേ, ഞാനിത് കണ്ടതുപോലെ കേട്ടതുപോലെ. നിങ്ങൾ തരുന്ന മീഡിയ തരുന്ന കാര്യങ്ങൾ മാത്രമുള്ള അറിവാണ് എനിക്കുള്ളൂ. ഞാനിത് പോയി അന്വേഷിക്കുകയോ കാണുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് രണ്ടും രണ്ടാണ്. സിനിമ സെറ്റിൽ എന്താ ഉണ്ടായത്, ഒരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ വെച്ച് അന്നത്തെ ദിവസം ഉണ്ടാകുന്നു. ഇത് അന്നത്തെ ദിവസമല്ല, എത്ര നാളുകൾ പോയി, എത്ര വർഷമായിട്ടുണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ സിനിമാ സെറ്റിൽ വെച്ച് ഒരു സംവിധായകൻ, ഇപ്പോൾ രഞ്ജിത്തിന്റെ കേസ് വരികയാണ്, ഒരു യുവ നടിയെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന വാർത്ത വരുന്നു. കാരവനിൽ വെച്ചാണ്, സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെയാണ്. ഈ നടി എന്ന് പറയുന്ന വ്യക്തി ഒരു ഒന്നെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ പേടിയായിരിക്കാം, അല്ലെങ്കിൽ അത്രയും വലിയൊരു സംവിധായകനാണ്. അത്രയും വലിയൊരു സംവിധായകനോട് സംസാരിക്കുമ്പോൾ ആ ഒരു പേടിയും ബഹുമാനവും എല്ലാം ഉണ്ടായിരിക്കും. അയാളുടെ ഭാഗത്തുനിന്ന് മോശമായ ഒരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ചേച്ചി ഇപ്പോൾ പറയുന്ന പോലെ എല്ലാവർക്കും ആ ഒരു ധൈര്യം ഉണ്ടായിരിക്കണമെന്നില്ല. എടുത്തുപോലെ അടിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ തിരിച്ച് റിയാക്ട് ചെയ്യാൻ. ഇപ്പോൾ ഇയാളൊരു പാവപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികം അയാൾ പേടിക്കുകയോ മരവിക്കുകയോ ആയിരിക്കും ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയത്തില്ല. ഇപ്പോൾ ചേച്ചി പറയുന്നത് പോലെ ഈ ഭൂമിയിൽ എല്ലാവരും ചേച്ചിയുടെ അത്ര ധൈര്യമുള്ള ആളായിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി, ഇപ്പോൾ വരികയാണ്. ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്നത് ഇത്രയും വർഷം പാരമ്പര്യമുള്ള ഒരു മനുഷ്യനാണ് സിനിമാ ഫീൽഡിൽ. അപ്പോൾ പുള്ളിയുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു ഇപ്പം അച്ഛനെ പോലെ കണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ചേട്ടനെ പോലെ കണ്ടതായിരിക്കാം, അങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന് ഇങ്ങനൊരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടി മരവിച്ച് പോയിരിക്കാം, സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ പറ്റാതെ പോയിരിക്കാം. അപ്പോൾ അത് എന്താണ് അവിടെ? അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ആളുകൾ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഒരു കാരണവണി പോയി കയറി പോകില്ല, പോകത്തില്ല. ഞാൻ സിനിമ ഫീൽഡിൽ വന്ന എൻ്റെ മദറിൻ്റെ കൂടെയാണ്. എല്ലായ്പ്പോഴും നമുക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും കൂട്ടിൻ്റെ ആവശ്യമില്ല. അവരൊക്കെ എന്നെക്കാളൊക്കെ നല്ല എഫിഷ്യൻ്റായ പിള്ളേരെ ഇപ്പം നിൽക്കണേ. അങ്ങനെ മനസ്സ് മരവിച്ച് ഓടിച്ചാടി കയറി കാരവണി പോവാന്ന് പറഞ്ഞാൽ ഒരിക്കലും കയറില്ല ഒറ്റയ്ക്ക്. കാരവണിനകത്ത് ക്യാമറ ഇല്ല, സാമാന്യം എല്ലാവർക്കും അറിയാം. ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കല്ല, ഞാൻ അതെ. അപ്പൊ എന്ത് ചെയ്യണം? കൂടെ ഒരാളെ കൊണ്ട് കയറണമായിരുന്നു. ഞാനാണ് എങ്ങനെ കയറുള്ളൂ? അതിന് ധൈര്യമൊന്നും വേണ്ട. അതിന് ധൈര്യം വേണമെന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് രഞ്ജിത്ത് ഇപ്പൊ ഈ പറയുന്ന സംവിധായകൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ല. കാരണം എന്തറിയോ, കാരവണത്ത് ക്യാമറ ഇല്ല, ഒരു തെളിവും ഇല്ല. ഞാൻ ചോട്ടെ, ഈ പുരുഷന്മാർ ഇപ്പൊ അദ്ദേഹത്തെ മാത്രമല്ല ഞാൻ പ്രത്യക്ഷത്തിൽ ആ കുട്ടികൾ വളരെ സൗമ്യമായിട്ടും അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത്. ഈ ഒരു ധൈര്യത്തിലായിരിക്കും പെൺകുട്ടി അതിനകത്തേക്ക് കയറി ചെല്ലുന്നത്. അതായത് പുള്ളി വളരെ സ്നേഹത്തോടെ മോളെ എന്നൊക്കെ വിളിച്ചായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കാം, അല്ലായിരിക്കാം. അപ്പോൾ ഈ ഒരു ധൈര്യത്തിലായിരിക്കാം വിളിച്ചു, സംവിധായകനാണ് വിളിക്കുന്നത്, ചെല്ലുന്നു. ആ പറയണ റൈറ്റ് ഇല്ല. എന്താ എന്ത് ചെല്ലണം? ഒരു നിർബന്ധം വിളിച്ചു. ഞാൻ പറയട്ടെ, എനിക്ക് പ്രതികരിക്കാൻ തയ്യാറാണെന്നുള്ള ഒറ്റ മനസ്സ് വിചാരണ ഞാൻ തനിച്ച് കയറിയിരിക്കും. മാനസികമായിട്ടും മരുന്ന് പുതിയതായിട്ട് വന്ന കുട്ടികളായിരിക്കും. എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ എന്താ നേരത്തെ പറഞ്ഞ ഇയാള് നേരത്തെ പറഞ്ഞ വാക്ക് എന്താണ്? അതിനുള്ള മറുപടിയാണ് ഞാൻ തരുന്നത്. എന്താ എന്നോട് ചോദിച്ചത്? ഇതുപോലെ പേടി
പേടിച്ചരണ്ടിരിക്കുന്ന ഒരു കുട്ടി കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞു അങ്ങനെ പേടിച്ചരണ്ടിരിക്കുന്ന പേടി, കുട്ടിയല്ല അങ്ങനെയാണ് ഒരാള് നേരത്തെ പറഞ്ഞത്. ഒരു പെൺകുട്ടിയുടെ എന്നെ പോലെ ധൈര്യം കാണൂലാന്ന്. കാണില്ല. അതല്ലേ പറഞ്ഞേ, അതെല്ലാം മറുപടിയാണ് ഞാൻ തന്നത്. ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം ചേച്ചി. ആ പെൺകുട്ടി ചേച്ചിയുടെ അത്രയും ധൈര്യമില്ലാത്തൊരു കുട്ടിയാണെന്ന് ഇരിക്കെ, അങ്ങനെ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ, അല്ലെങ്കിൽ ഇപ്പൊ അച്ഛനെ പോലെ അല്ലെങ്കിൽ ചേട്ടനെ പോലെ കണ്ടിരുന്ന ഒരാൾ മോശമായി പെരുമാറുമ്പോൾ ചേച്ചിയുടെ അത്ര ധൈര്യമില്ലാത്ത കുട്ടിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിയാക്ട് ചെയ്യണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. റിയാക്ട് ചെയ്യണം, പോകണം, പോയി ഇത് നേരിടണം. ഇയാൾ തെറ്റുകാരനാണ്, ശിക്ഷിക്കപ്പെടണം. ഇതൊക്കെ സത്യം തന്നെ. സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ ചേച്ചി രണ്ട് അഭിപ്രായമില്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്നെ പോലെ ധൈര്യമുള്ള ആളാണ് ഞാൻ ആ സ്പോട്ടിൽ അവിടെ വെച്ച് തല്ലിയിട്ട് ഇറങ്ങി. ധൈര്യമില്ലാത്ത ആളാണ് ഞാൻ ഇത് പറഞ്ഞത്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. ധൈര്യമില്ലാത്ത ആളാണ് ഒറ്റയ്ക്ക് പോകരുതെന്നേ. എന്തിനും നിങ്ങൾ ഒറ്റയ്ക്ക് ഒരാളെ വിളിച്ച് ജസ്റ്റ് ഡയറക്ടർ വിളിക്കുന്നുണ്ട്, ഒരാളും തടയില്ല. ഒറ്റയ്ക്ക് ഇപ്പൊ അവിടെ വേറെ ആരും ഇല്ല, പരിചയമുള്ള ഒരാളില്ല ആ സെറ്റില്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അതല്ല ഇയാൾ പറയുന്നത്. ലോകം കുറച്ച് മനസ്സിലാക്കുക. ഒരു സിനിമാ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല ലൊക്കേഷനിൽ പോകും. നമുക്ക് മേക്കപ്പ് ഉണ്ട്, ഹെയർ, ഞാൻ പറയട്ടെ, താങ്കൾ ഒന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ മനസ്സിലാക്കുക. അതായത് ആ ലൊക്കേഷന് ഹെയർ ഡ്രസ്സർ ഉണ്ട്. ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ ഏറ്റവും കൂടുതൽ സേഫ് തോന്നുന്ന ഹെയർ ഡ്രസ്സറാണ്. ഡ്രസ്സ് മാറാൻ പോകുമ്പോഴാണെങ്കിലും ഒന്ന് വാ, അവർ ഓടി വരും. കാര്യം എന്താ, നമ്മൾ അങ്ങനെയാണ് അവരെയൊക്കെ കാണുന്നത്. നമ്മുടെ കൂടെപ്പിറപ്പാണ്. ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആയാലും ഹെയർ ഡ്രസ്സർ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാം നമ്മൾ ചെല്ലുമ്പോൾ ഒരു കുടുംബം പോലെ കാണുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് പറ്റാത്ത എന്റെ മനസ്സിൽ ഞാൻ സുഹൃത്തിനോടൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നത്തെ കാലത്ത് ഈ വരുന്ന ഫാഷൻ ഷോ, ഒരുപോലെ പ്രോഗ്രാംസ്, ഇത്രയും ചെറിയ ഡ്രസ്സ് ഇട്ട് ഒക്കെ നടക്കുന്ന ഒരുപാട് ഇപ്പൊ വരുന്ന പുതുതലമുറയുണ്ട്. അവരൊക്കെ നല്ല തൻ്റെടമുണ്ട്. അവർക്ക് ലോകം എന്താണെന്ന് അറിയാം. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ലോകം എന്താണെന്ന് അറിയാം. ഇങ്ങനെ നടക്കുന്ന ഒരാൾക്ക് ഒരു പുരുഷന്റെ നോട്ടം ഒരു തവണ തെറ്റിയാൽ തന്നെ മനസ്സിലാക്കാം. ഇനി ഇത് ഞാൻ പറഞ്ഞത് അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയല്ല. ആ കുട്ടി ചെയ്ത് ശരി, ആ കുട്ടിക്ക് കയറി ചെന്ന് കുട്ടിക്ക് അത് ഫീൽ ചെയ്തു, പറ്റിയില്ല, അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല, പുറത്ത് വന്ന് പരാതി കൊടുത്തോട്ടെ. അത് തെളിഞ്ഞു വരട്ടെ. തെളിഞ്ഞു വന്നാൽ അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെടണമേ. ശിക്ഷിക്ക് തന്നെ ചെയ്തോട്ടെ. അത് വേണം. കാരണം എന്താ വെച്ചാൽ നാളെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതുപോലെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുണ്ട്, സിനിമ അഭിനയിക്കാനുണ്ട്. സിനിമാ മേഖലയിലൊന്നും ഇതുപോലെ എപ്പോഴും സിനിമാ മേഖല മാത്രമല്ല പ്രോബ്ലം, എല്ലായിടത്തും ഉണ്ട്. ഇതൊക്കെ കുറെ മറച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാ വേണ്ട പോട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ മറച്ചു വെച്ച ആൾ തന്നെ ഞാനും. ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രഞ്ജിത്തിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ഇതിനകത്ത് വേറൊരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു, അതും കൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനെ തല്ലി എന്നുള്ളൊരു, നിങ്ങൾ മീഡിയ വഴിയെ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്റെ അറിവിൽ ഞാനിത് കേൾക്കുകയോ ഇതിനു മുമ്പ് പറയുകയോ ഞാൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ അങ്ങേരെ തല്ലിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ശിക്ഷയായിട്ട് ഞാൻ ഇതൊക്കെ കണക്കാക്കും. കാരണം എന്താ വെച്ചാൽ ഒരു കാരണവശാലും അത്രയും ധിക്കാരമായിട്ട് അത്രയും വലിയൊരു നടനെ തല്ലാൻ പാടില്ല. അച്ഛന്റെ പ്രായമുണ്ട്. അതിനെനിക്ക് ഭയങ്കര, ഞാൻ കേട്ടപ്പോൾ അത് സത്യമാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്ന സത്യമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ല, അത് ഞാനിപ്പോ പറയാൻ കാരണം എന്താണെന്നറിയോ, ദൈവം മുകളിൽ നിന്ന് ഇതെല്ലാം കാണും. ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ കുട്ടി ഇപ്പൊ പരാതി കൊടുത്തതിന്റെ പേരിൽ അതിനു മുമ്പ് തന്നെ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന്, ഇല്ലേ? ഇപ്പൊ നല്ലൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഇതൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ ക്യാരവൺ എന്ന് പറഞ്ഞതിനകത്ത് ക്യാമറ ഇല്ല. അതൊരു സത്യം. എന്തും കൊണ്ട് തെളിയിപ്പിക്കും. ഞാൻ പണ്ട് പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് എന്താണ് സേഫ് ഉള്ളത്? ഒരു സേഫ് നിങ്ങൾക്കില്ല, ഞങ്ങൾക്ക് സേഫ് ഉണ്ട്. എന്തുകൊണ്ട് ഇപ്പൊ ഈ ഷിയാസ് കരീമിന്റെ കാര്യം ചോദിച്ചു, എന്തുകൊണ്ട് ആ സ്ത്രീയുടെ സൗണ്ട് പോലും നമ്മൾ ആരെങ്കിലും കേട്ടോ? എന്താണ് ഒരാളെ മാത്രം നിങ്ങൾ ക്രൂശിക്കുന്നത്? ചിലപ്പോൾ അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% 110% അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ. പക്ഷെ നമ്മൾ മറുവശം കൂടെ അറിയണ്ടേ? ഇദ്ദേഹത്തിന് ഇപ്പൊ ഒരു ഭാര്യയുണ്ട്, ഒരു കുഞ്ഞായി, ഫാമിലി ഉണ്ട്, തെറ്റുകൾ കുറെ ചെയ്തിട്ടുണ്ടാവാം. അത് തെളിഞ്ഞു വന്നാൽ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. ഞാൻ അതിന് ഒരിക്കലും ഞാൻ ആ സൈഡ് നിൽക്കുന്നതല്ല. ഇപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ നോക്കണം. ആ സമയത്ത് എന്താ, ഈ ഒരു വർഷം എന്തായിരുന്നു? ഈ ഒരു വർഷം ഇവർ തമ്മിൽ നല്ല രീതിയിൽ തന്നെയല്ലേ പോയിട്ടുണ്ടാവും. അതെല്ലാം ശരി തന്നെ. മാനിപ്പുലേറ്റ് ചെയ്തിരിക്കാം, അയാൾ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കാം, കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കാം. അപ്പോഴാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വിക്ടിമായിട്ട് വന്നിരിക്കുന്ന സ്ത്രീയാണ്. ഇതിങ്ങനെ സംഭവിക്കാതിരുന്നപ്പോഴാണല്ലോ ഇവർ കേസ് കൊടുത്തത്. ഇത്രയും പൈസ ചെലവായി, അയാൾ കൂടെ നിൽക്കാന്ന് പറഞ്ഞു, പിന്നെ അയാൾ വാക്ക് മാറ്റി പറയുന്നു. അങ്ങനെ വന്നപ്പോഴാണല്ലോ കേസ് കൊടുത്തത്. അപ്പോൾ ഇയാളുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള കാര്യം പൂർണ്ണമാണ്. പിന്നെ ഇയാൾക്കെതിരെ വീണ്ടും ഒരുപാട് വിമർശനങ്ങളും പരാതികളും വരുന്നുമുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് പുറത്ത് വരണം. ഞാൻ അങ്ങനെ ഒരാളെ ഒരിക്കലും ഞാൻ അയാൾക്ക് സൈഡ് പറയാൻ തയ്യാറല്ല. ഈ സംഭവങ്ങൾ സത്യസന്ധമായി പുറത്തു വന്നിട്ട് അത് പോലീസ് നിയമം മുന്നിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം തെറ്റുകാരനാന്ന് തെളിയിച്ചാൽ നമ്മളൊക്കെ ആ നിൽക്കുന്ന ലേഡീസിന്റെ കൂടെ തന്നെ നിൽക്കും. പക്ഷേ ഇത് ഒരു മറയാക്കി ഇതുപോലെ നടന്നാൽ ഇങ്ങനെയൊക്കെ ആവും എന്നുള്ള രീതിയിലൂടെ മുന്നോട്ട് വരുന്ന സ്ത്രീകളോട് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എന്താ അറിയോ, അവരെന്തിനാ ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ആളെ മനസ്സിലാക്കാൻ അത്ര ഒരു കൊല്ലമൊന്നും ഒരാളെ മനസ്സിലാക്കാൻ വേണ്ട.
ഒരു ദിവസം കൊണ്ട് ഒരു ഇപ്പൊ ഈ നേരത്തെ ഉണ്ടായ പോലെ ഓൺ ദി സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റുകയാണ്. കാരണം ഇങ്ങനെയുള്ള കേസിൽ ഓൺ ദി സ്പോട്ട് പറ്റില്ല. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് ഒരു പുരുഷനെ ഒരു സ്ത്രീക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ അറിവ്. ഇത്രയും മനസ്സിലാക്കാൻ അറിയും. നിങ്ങൾ അങ്ങനെ തർക്കിക്കുകയോ വേണ്ട. കാരണം ഒരു സ്ത്രീയെയും എന്റെ ഭാഗം മാത്രമല്ല ചേച്ചി പറയുന്നത് ചേച്ചിയുടെ അറിവും ചേച്ചിയുടെ അറിവിനകത്തുള്ള കാര്യങ്ങളുമാണ്. അല്ലാതെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ 100% അടിച്ചു പറയാൻ എന്താണെന്നറിയോ, നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം എന്നറിയോ, ഇതിപ്പോ യുഗം നടക്കുന്ന എന്താ, എല്ലാ കാര്യങ്ങളും ഇപ്പൊ വരുന്ന എല്ലാ തലമുറയ്ക്കും അറിയാം എന്തൊക്കെ നടക്കും, എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. ഇതേപോലെ തന്നെ അത്രയും കാലങ്ങൾ കഴിഞ്ഞ് വയസ്സ് 60 എന്നൊക്കെയാണ് പറയണത്. ഇപ്പൊ ഈ കേസ് പറയുകയാണെങ്കിൽ ഈ 60 വയസ്സായ ഒരാൾക്ക് ഒരു കൊല്ലം വേണ്ടി വന്ന ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടി വന്നിരിക്കും. വേണ്ടി വന്നു. എന്നെ പോലെയല്ല, മറ്റുള്ളവരെ പോലെയല്ല. സിനിമ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സീരിയൽ ആയിക്കോട്ടെ, ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, പുള്ളി മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഫീൽഡിന് പുറത്ത് നിൽക്കുന്ന ഒരാളുടെ കണ്ണിൽ അയാളെ കാണുമ്പോൾ ഒരു വലിയ സംഭവമായിട്ടായിരിക്കും കാണുക. ആണോ അല്ലേ? സാധാരണക്കാരനായ ഒരാൾ ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ സിനിമാ നടനാണ് അല്ലെങ്കിൽ സീരിയൽ നടനാണ്, ഇങ്ങനെയായിരിക്കും കാണുക. ഉറപ്പായും അയാളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ വീണു പോകാനുള്ള ചാൻസസ് ഇല്ലേ? ആര് വീണു പോകാൻ ചാൻസ് അല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നവർ വീണു പോവായിരിക്കും. അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു ബന്ധത്തിലോ ആയിക്കോട്ടെ, സംസാരിച്ച് വശപ്പെടുത്താൻ പറ്റില്ലേ? അങ്ങനെ വീഴുന്ന ആൾക്കാരെ ഒരുപാട് വീണിട്ടുണ്ട്, ചരിത്രങ്ങൾ ഒരുപാടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ അങ്ങോട്ട് ചോദിക്കാം. ശരി, വീണു, പ്രശ്നങ്ങളായി, കല്യാണ നിശ്ചയം, ബൽദി, ഇതിനൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നു, അവരെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കഴിയുമ്പോഴും ഒരു പുരുഷൻ ഒരു അന്യ സ്ത്രീയുടെ കൂടെ പോവാന്നുള്ള അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്തേ അപ്പൊ ഒന്നും പറയാൻ ഈ ക്യാഷിന്റെ കാര്യങ്ങൾ വന്നു, അവരുടെ സ്വരച്ചേർച്ച ഇല്ലാതായി, അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു, അപ്പോഴാണ് അവർ വെളിയിലോട്ട് വെച്ചത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിട്ടെ, ഈ കല്യാണം കഴിക്കാന്നാണ് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി ജീവിക്കല്ലേ? അപ്പൊ ഇവർക്ക് അത് കണ്ടിട്ട് ആ സ്പോട്ടിലൊന്നും ചെയ്യാൻ തോന്നിയില്ലേ? ഞാൻ ചോദിച്ചതല്ല. അപ്പൊ പറയായിരുന്നില്ലേ, കല്യാണത്തിന് അന്ന് പറയണായിരുന്നു. ആ സ്ത്രീക്ക് ധൈര്യമായിട്ട് പറയാം, എന്റെ ഇത്ര രൂപ കളഞ്ഞാണ് ഈ നിൽക്കുന്നവൻ, അവൻ എന്തേ അപ്പൊ ഒന്നും സമ്മതിച്ചു. നിങ്ങൾ പറയണതല്ലേ? എനിക്കറിയില്ല. അല്ല, അറിയില്ലല്ലോ. നമുക്ക് അങ്ങനെ എനിക്കും പറയാം. ശരി, ഞാൻ പറയാം. കല്യാണ സമയമാണെങ്കിലും പുള്ളി അതിനകത്ത് പറഞ്ഞ കുറച്ച് വേർഡ്സ് വെച്ചാൽ ഞാൻ പറഞ്ഞത്, നമ്മള് ഈ വേർഡ് എന്താന്ന് പോലും നമുക്കറിയില്ല, സത്യാവസ്ഥ അറിയില്ല. ഞാൻ കഴിഞ്ഞാലും ഞാൻ നോക്കിക്കോളാം, ഞാൻ കണ്ടോളാം, പോയിക്കോളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്ത് 100% തെറ്റാ. കാരണം എന്താ വെച്ചാൽ അവരെ വീണ്ടും പ്രലോഭിച്ച് അവരെ നിർത്തുക. അതിനുള്ള ശിക്ഷ സത്യാണ് അനുഭവിക്കേണ്ടത്, ഇവർ അനുഭവിക്കണമെന്നേ. അത് അനുഭവിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തെളിവൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. കൊടുക്കട്ടെ. ആ സ്ത്രീയോട് ഞാൻ ബഹുമാനപൂർവ്വം പറയുന്നു, കൊടുക്കട്ടെ. അങ്ങനെ ഒരാളെ പറഞ്ഞ് മയക്കി ഇത്രയും പൈസയും വാങ്ങിച്ച് കല്യാണവും കഴിച്ച് ഒരു കുട്ടിയായി ഇല്ലേ, അതുവരെ കാത്തിരിക്കേണ്ടി വന്നല്ലോ ഈ പാവത്തിന്. അപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ടാവായിരിക്കും, പുള്ളി പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ നോക്കുകയുള്ളൂ, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും, ഇത്രയും വയസ്സായതല്ലേ, ഞാൻ കൂടെ നിൽക്കാം. കാരണം എന്തായാലും ഇവരെക്കാളും കുറച്ച് കൂടുതൽ വയസ്സുണ്ടല്ലോ ഈ പറയുന്ന അറിവ് വെച്ച്, നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ഇങ്ങനെ അനുഭവിക്കട്ടെ ശിക്ഷ. അതിനാര് പറഞ്ഞു വേണ്ടാന്ന്? ഇനി ഇതുപോലെ കുറെ അലിഗേഷൻസ് ഇപ്പൊ വന്നുകൊണ്ടിരിപ്പുണ്ട്, എല്ലാം വരട്ടെ. അതിനിപ്പോ എന്താ? ഞാൻ ആരും സപ്പോർട്ട് പറയാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞത് അത് തെറ്റായ പ്രവൃത്തിയാണെന്ന് അവർക്ക് മനസ്സിലായിട്ട് ഇത് കണ്ടുപിടിച്ച് പോലീസും നമ്മുടെ നിയമമൊക്കെ ഉള്ളത് കണ്ടുപിടിച്ച് വരട്ടെ. അല്ലാതെ ഞാനൊന്നും ഇവിടെ നിന്ന് പറഞ്ഞിട്ടല്ല അത് തെളിയിക്കേണ്ടത്. ഇതിനൊരു കാര്യങ്ങളുണ്ടാവും, അത് വരട്ടെ. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഇപ്പോഴും ഉണ്ട് എനിക്ക്. എന്തുകൊണ്ട് കല്യാണ സമയമായപ്പോഴത്തേന് ഇത് ഈ ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ ചെയ്തില്ല? ചെയ്യണം. വാക്ക് കൊടുത്തിട്ടുണ്ടാവും, ഞാൻ തിരിച്ചു തരും. ചേച്ചി, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നു, ഇപ്പോ ഒരു സാധാരണക്കാരന് വെളിയിൽ നിന്ന് നോക്കുമ്പോ അതാ ഞാൻ പറഞ്ഞേ, അങ്ങനെ വാക്ക് കൊടുത്തു. ഇപ്പൊ നമ്മൾ പറയണത് നമ്മുടെ അറിവാണ് പറയണത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാക്കുകൾ? ഞാൻ ഇങ്ങനെ സംഭവിക്കാമല്ലോ, ഇങ്ങനെ വശം കൂടി ചിന്തിക്കുന്നല്ലേ? ഞാനും ചിന്തിക്കുന്നു, ശരിയായിരിക്കോട്ടെ, പാവം കല്യാണം കഴിച്ചു പോയാലും ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇത്രയും വയസ്സായില്ലേ, ഇത്ര എന്നെ ഉപകാരം ചെയ്തതല്ലേ, എന്റെ ഇത്രയും പൈസ തന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, മീഡിയ പറയുന്നതാണ് ഞാനും പറയുന്നത്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കാം, ഇപ്പൊ അവർ പ്രശ്നത്തിന് വന്നു, ഇപ്പൊ അവർ കേസ് കൊടുക്കുന്നു, ഇത് ഇഷ്യൂ ആകുന്നു, ഇപ്പൊ എന്തുകൊണ്ടായിരിക്കാം കൊടുത്തത്? ഇപ്പം ആ ലേഡി എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ കേസ് കൊടുത്തത്? അത് ഈ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഇവര് തമ്മിൽ എന്തെങ്കിലും അതന്നെ ഞാനും പറഞ്ഞത്. ആ ഉണ്ടായ കാര്യം സത്യസന്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, സ്നേഹിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ അറിവ് വെച്ച് ഞാൻ പറയാം, ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്തും മാക്സിമം എൻജോയ് ചെയ്യാനുള്ള പൈസയും പുറത്തു പോകാനുള്ള പൈസയും സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കലും ഡ്രസ്സ് വാങ്ങിച്ചു, ഇതൊക്കെ സ്വാഭാവികമാണ്. അതിന് കണക്ക് പറഞ്ഞു വരുന്നത് എപ്പോഴാ? ഇട്ടിട്ട് പോയി എന്ന് വരുമ്പോ അല്ലേ? ആ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ശിക്ഷ അനുഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും. പക്ഷെ അത് അറിയണം. എന്തുകൊണ്ട് പറഞ്ഞു വന്നത്? ചേച്ചി വേറൊരു റൂട്ടിലേക്ക് പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ലല്ലല്ല, റൂട്ട് എപ്പോഴും ഒന്ന് തന്നെ. ശിക്ഷ കിട്ടുന്നത് എപ്പോഴാണ്? പോലീസും നിയമവും
ഇത് കണ്ടുപിടിക്കണം. അല്ലാതെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാ പറയണത്? ഇല്ല ഒരു ശരി വോയിസ് അല്ല വെറുതെ കേട്ടിട്ട് അതിനോട് എനിക്ക് ഞാൻ പറയാൻ പറ്റുമോ? അതിനോട് ഞാൻ ഞാൻ യോജിക്കുന്നു. പറയുന്നില്ല. ആ ഞാൻ പറഞ്ഞത് എന്താണ്, ആ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ കിട്ടണം. കാരണം എന്താ അറിയോ, ഇത്രയും പൈസ നമ്മളിപ്പോ ചെലവാക്കണ ഒരു പരിധിയുണ്ട്. ഇത്രയും പൈസ മേടിച്ചപ്പോ ഇവർക്ക് പ്രായമായിട്ടുണ്ട്, ഇവരെ നോക്കിക്കോളും എന്നുള്ളൊരു മനസ്സോടെ ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ. ഇനി സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതും കൊടുക്കും മേടിക്കും ഒക്കെ ഉണ്ട്, അപ്പോഴൊന്നും പരാതി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവര് സ്മൂത്തായിട്ട് പോയി. എൻ്റെ ഒരു ചെറിയ സംശയം, അതിനുള്ള ഉത്തരമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കല്യാണം വരെ നീണ്ടുപോയി, കല്യാണം വരെ അറിഞ്ഞു, ഇവര് കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ ആ സ്ത്രീ കൂടെ നിൽക്കുന്നത്, അല്ലേ? കൂടെ നിന്നിട്ട് പിന്നെയും ചതിക്കപ്പെടുകയാണെന്നും അവരെ നോക്കാതെ വരും, അവരെ മൈൻഡ് ചെയ്യാണ്ട് വരുന്ന സന്ദർഭത്തിൽ ഏത് സ്ത്രീ ആയാലും റിയാക്ട് ചെയ്തിരിക്കും. കാരണം അവർ അത്രത്തോളം സ്നേഹിച്ചുകൊണ്ടായിരിക്കും അവരുള്ള സ്വത്തുക്കളെല്ലാം കൊടുത്തിട്ടുണ്ടാവുക. അതിനോട് ഞാൻ യോജിപ്പേ ഉള്ളൂ. ഞാൻ ആ സ്ത്രീയെ ഒരിക്കലും അവരെ ബഹുമാനത്തോടു കൂടി പറയുന്നു. അത് പെട്ടുപോയി ആയിരിക്കാം, കാരണം ഇത്രയും അന്ന് ഷിയാസിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് ആ ഒരു ഇതാ ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ഇനിയിപ്പോ രഞ്ജിത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ചേച്ചി പറഞ്ഞു കാരവനിൽ CCTV ഇല്ല, അവിടെ വെച്ചിട്ടാണ് ഈ പീഡനശ്രമം ഉണ്ടായത്. അപ്പോ ഇത് സ്ത്രീ വേണമെങ്കിൽ ഒരു കേസ് കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കിയതായിരിക്കാം എന്നുള്ളൊരു ധ്വനി അതിനകത്തുണ്ട്. ഇന്നടുത്ത് CCTV ഇല്ല, സോ അവിടെ വെച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, ഞാൻ ആ ധ്വനിയല്ല പറഞ്ഞത്. ഈ പോലീസ് വെറുതെ ഒരാളെ അറസ്റ്റ് ചെയ്യത്തില്ല, എന്തെങ്കിലും കാരണം കണ്ടിട്ടായിരിക്കും അവർ അറസ്റ്റ് ചെയ്യുക. പിന്നെ അത് തെളിഞ്ഞു വരണം, അല്ലേ? ഒരു സ്ത്രീക്ക് എന്താണ്, ഇപ്പൊ ഞാൻ പോയിട്ട് ഇപ്പൊ നിങ്ങൾ എന്നോട് സംസാരിച്ചു, ഞാനിപ്പോ പറയണം നിങ്ങൾ എന്നെ ഒരു കുറെ നേരം വൃത്തികേടായിട്ട് നോക്കിയിരുന്നു എന്ന് പറഞ്ഞ ഒരു കേസ് നിങ്ങൾക്ക് പരാതി വലിയ പ്രശ്നമാവും. ലോകം അങ്ങനെയാ, അല്ലേ? അല്ലെന്ന് പറയാമോ? ഞാൻ പറയാ ഇല്ല, എന്നെ ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് ഇയാൾ വേറെ സ്ഥലത്ത് നോക്കിയിരുന്നു. നിങ്ങൾ എങ്ങനെ തെളിയിച്ചു കൊടുക്കും? ക്യാമറ വഴി തെളിയിച്ചു കൊടുക്കുമോ? പറഞ്ഞത് സ്ത്രീയാണ്. സ്ത്രീ പറയുന്നിടത്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ന്യായം നിൽക്കുന്നത്. ആ ന്യായത്തിനോട് എതിരാണ്. കാരണം എനിക്ക് അതിനോട് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കാരവണിലെ പ്രശ്നം വിട്, കാരണം അത് ഉണ്ടായിട്ടുണ്ടാവും, അതൊക്കെ തെളിഞ്ഞ് പോലീസ് ഇപ്പം എവിഡൻസ് എടുത്തിട്ടുണ്ട്. ക്യാമറയിൽ അതിനകത്ത് ക്യാമറ ഇല്ലെങ്കിലും കയറിയ സമയം ആ കുട്ടി ഇറങ്ങി വന്നപ്പോൾ കണ്ട ആൾക്കാരുണ്ടാവും, ആ മുഖത്ത് എന്തായിരുന്നു റിയാക്ഷൻ എന്നും ഇതൊക്കെ വെച്ച് നോക്കും. എന്തെങ്കിലും സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഡ്രൈവർ ഫ്രണ്ട് സീറ്റിലുണ്ടാവും, കാരവണിൽ കയറിയ ആളാണ് ഞാനും. എന്തെങ്കിലും ഒച്ചയും ബഹളം കേട്ടി കാരവണിലെ ഫ്രണ്ട് സീറ്റിലിരുന്ന ആൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയണതാണ്. ഞാൻ പോലീസോ ഇതൊന്നും പഠിച്ച ആളല്ല. എൻ്റെ അറിവ് വെച്ച് പറയാണ്, ഈ ക്യാമറ ഇല്ലാത്ത ഈ കാരവണിനകത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതിൻ്റെയും കൂടെ കൂട്ടിയാണ് ഞാൻ പറയണേ, അദ്ദേഹം എന്തായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഞാൻ ആ സൈഡൊന്നും നിൽക്കില്ല, ഒരിക്കലും നിൽക്കില്ല. ഇപ്പൊ എവിടെ പോയി? ഈ വലിയ ആൾക്കാരുണ്ടായിരുന്നല്ലോ ഓരോ കാര്യം പറഞ്ഞപ്പോ അങ്ങ് പൊക്കി കൊണ്ടുവരാൻ എന്തൊക്കെ ബഹളമായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ബഹളം കണ്ടില്ലല്ലോ. എന്താ ബഹളം വെക്കാത്തത്? എന്താ ഇതിനു വേണ്ടി എല്ലാരും മുന്നോട്ട് വരാത്തത്? ഞാൻ കേട്ടിട്ടില്ലല്ലോ ഒന്നും. ഞാൻ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഞാൻ സ്വാഭാവികമായി ഞാൻ ഇതിനെ മുന്നേയും രഞ്ജിത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ നിലപാടിനെതിരെ തന്നെയായിരുന്നു. പുള്ളി അവലംബിച്ച രീതി ആയിക്കോട്ടെ, പുള്ളിയുടെ പ്രസ്താവനകളായിക്കോട്ടെ, എല്ലാം എതിരെ തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പോട്ടിൽ പ്രതികരിക്കണം എന്നുള്ള സാധനം ചേച്ചി പല ഇന്റർവ്യൂസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ സ്പോട്ടിൽ പ്രതികരിക്കണമെന്ന്. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം എന്നുള്ളത്. അതിന്റെ കൂടെ ഇപ്പൊ ചേച്ചി ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വളരെ മോഡേൺ ആയ കുട്ടികളാണ്, ഇപ്പോൾ ഇറക്കം കുറഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നു, അവർക്ക് ഭയങ്കര ധൈര്യമാണെന്ന്. ചേച്ചി അത് വെറും തോന്നലാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ധൈര്യം ഉണ്ടാവണമെന്നൊന്നും ഇല്ല. അവരുടെ ഇഷ്ടത്തിനായിരിക്കും അവർ അങ്ങനെയുള്ള വേഷങ്ങൾ ധരിക്കുന്നത്. പിന്നെ ഈ സ്പോട്ടിൽ പ്രതികരിക്കണം എന്ന് പറയുന്ന കാര്യം, ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു പാവപ്പെട്ട ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു പേടിച്ച് സൂറി ആയിക്കോട്ടെ ഒരു കുട്ടിയാണ്. അങ്ങനെ വരുന്നൊരു കുട്ടി എന്ത് ചെയ്യും? ചേച്ചിയുടെ അത്ര ധൈര്യമില്ല, എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ അതെന്താ പറയാൻ കാരണം എന്നറിയോ, എന്ത് സിറ്റുവേഷനിൽ കൂടി ആണെങ്കിലും ഇന്നത്തെ കാലത്ത് കുട്ടികൾ കുറച്ചൊരു 10-15 വയസ്സ് കഴിയുമ്പോഴത്തേനും അവർക്ക് നല്ല വിദ്യാഭ്യാസവും ഒക്കെയുള്ള കുട്ടികളെ പാവപ്പെട്ടതെന്ന് പറഞ്ഞാൽ തള്ളിക്കളയണ്ട. ഇന്നത്തെ കാലത്ത് പാവപ്പെട്ട കുട്ടികളൊന്നുമില്ല, അവരൊക്കെ നല്ല ബ്രില്യൻ്റ് ആയിപ്പോ ഏത് വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. പഠിച്ച് എല്ലാവരും പുറത്തു പോയി അമേരിക്കയിലും UK-ലും. ഞാൻ ഈ എറണാകുളം ടൗണിൽ ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ കാണുന്നേക്കാൾ കൂടുതൽ ലേഡീസിനെയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. അതിൽ ഒരാളും പേടിച്ച് വരച്ചൊരു പാവപ്പെട്ട ഒരു കൊച്ചിനെ പോയിരിക്കണം ഞാൻ കാണാറില്ല. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം ഏത് ജോലി സ്ഥലം എടുത്ത് നോക്കിക്കോ, ഏത് ഫാഷൻ ഫീൽഡ് എടുത്ത് നോക്കിക്കോ, ഞാൻ എല്ലായിടത്തും പോകുന്ന ഒരാളാണ്. ഏത് ബാറിൽ നോക്കിക്കോ, ഏത് സ്ഥലങ്ങളിൽ എന്ത് ഫംഗ്ഷൻ നടക്കണം നോക്കിക്കോ, ഞാൻ ഒരു പാവപ്പെട്ട കുട്ടികളെ കാണില്ല. ഞാൻ പറയട്ടെ ഒരു പാവപ്പെട്ട ഇത് സോഷ്യൽ മീഡിയാസ് ഇപ്പോൾ വളരെ കൂടുതൽ നടക്കുക. ഏതാളും മൊബൈൽ എടുത്താൽ ഇതൊക്കെ കാണാം. അതിനകത്ത് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം, എങ്ങനെയൊക്കെ ചെയ്താൽ സംഭവിക്കാം എന്നൊക്കെ വളരെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മോൻ പറയണ പോലെ പേടിച്ച് വിറച്ചിരിക്കുന്ന ആൾക്കാരൊന്നും ഇന്നത്തെ കാലത്ത് നിൽക്കുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. തെറ്റല്ല അവരൊക്കെ. ഇനി ശരി, പാവപ്പെട്ട പേടിച്ച് വിറച്ചിരിക്കുന്ന കുട്ടികൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയാം. ഇപ്പൊ ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ആ കുട്ടി എന്തെങ്കിലും ഒരു ജോലിയുടെ പ്രഷറിനകത്ത് ഒരു വഴക്കിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് റിസൈൻ ചെയ്തോ ടെൻഷൻ അടിച്ചോ വരികയാണെന്ന് വെക്കുക. ധൈര്യമുള്ള കുട്ടിയോ ആയിക്കോട്ടെ, ടെൻഷൻ അടിച്ച് നിൽക്കുന്നു, നാളെ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം അറിയാതൊക്കെ നിൽക്കുകയായിരിക്കും. ഒരു ബസ്സിൽ കയറുന്ന വഴിക്ക് ഒരാൾ ഉപദ്രവിക്കുന്നു.
അവിടെ കൊച്ച് ഓൾറെഡി ടെൻഷനിൽ ഇരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അയാൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രീസ് ആയി പോയെന്നിരിക്കും. അന്ന് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ശരി, പറഞ്ഞുതരാം. നല്ലൊരു മറുപടി തന്നെ ഞാൻ തരാം. ഓക്കെ. ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണ്, ഒരു ആണ്, എത്ര പാവപ്പെട്ടതാണെങ്കിലും എത്ര ബോധമില്ലാത്ത പെണ്ണാണെങ്കിലും എന്തൊക്കെ ധൈര്യം ഇല്ലെന്ന് പറഞ്ഞാണെങ്കിലും ആ ബസ്സിൽ കയറാനൊരു ധൈര്യം കാണിച്ചു. അങ്ങനെ അടുത്ത് വന്ന് നിൽക്കാനൊരു ധൈര്യം ഉണ്ടായോ നോക്കുമ്പോ? സ്ഥിരം ചെയ്യുന്ന പറയട്ടെ, ഞാൻ മുഴുവൻ പറയട്ടെ. അവർ കയറി ബസ്സിൽ വന്ന് നിന്നു. അനാവശ്യമായിട്ട് ഒരു പുരുഷൻ പിടിച്ച് ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റിയ പാവപ്പെട്ട ഒരു പെൺകുട്ടി നിങ്ങൾ പറയല്ലേ? എന്താ ഈ പറയണത്? അവര് പിടിക്കുമ്പോ നോക്കി എന്നാ ഒരു കാര്യം ചെയ്യട്ടെ, അവൻ അവിടെ നിന്നിട്ട് ചെയ്യാളൊക്കെ ചെയ്ത് അവൾ കേട്ടോണ്ടിരിക്കുവോ? ചേച്ചി, എങ്ങനെ ബസ്സിൽ കയറും? ഒരാൾ മരവിച്ച് വീട്ടിൽ പോകണം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ എറണാകുളത്ത് എറണാകുളത്ത് ഇവിടെ നിൽക്കുമ്പോഴാണ് എന്റെ ലൈഫിൽ ഏറ്റവും അടുപ്പുള്ള ഒരാൾ മരിച്ചു പോകുന്നത്. എനിക്ക് അവിടെ പോകണം, ബസ്സിലേ പോകാൻ പറ്റുള്ളൂ. ഞാൻ മരവിച്ച് നിൽക്കുകയാണ്, എനിക്ക് പോകണ്ടേ? അതെ, ഞാൻ പോകണ്ടേ? ഞാൻ മരവിച്ച് തന്നെയാണ് ഇവിടുന്ന് കയറി. തീർച്ചയായിട്ടും പോകണം. ഇതുപോലൊരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ എന്ത് ജോലി തിരക്കോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഒരു പെൺകുട്ടി വളരെ മരവിച്ച് അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഫയർ ചെയ്തിട്ട് ഇറങ്ങി വരുവാണ്. അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് EMI ഉണ്ടായിരിക്കാം, വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ചെയ്യണം എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കൂടി സംഭവിക്കുന്നത്. ഇതിനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്താണ് ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കാര്യം ഇപ്പൊ നിങ്ങൾ പറയണ പോലെ ഇത് നടക്കാത്ത കാര്യമാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം, ഇവർക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഈ ലോകത്ത് തന്നെ മോനെ ജീവിക്കുന്നത്. നിങ്ങൾ പെൺകുട്ടികൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ പറയട്ടെ, താനൊരു കാര്യം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വന്നൊരു പാവം പെൺകുട്ടി നിങ്ങൾ അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? പിന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വളരെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്ത് ചെയ്യും? ഫസ്റ്റിലി ഒന്നിലേക്ക് വീട്ടിൽ വിളിച്ച് പറയും, അമ്മ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന അമ്മ, ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയാണ്, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, അമ്മ എന്നെ വന്നൊന്ന് കൊണ്ടുപോകണം. ഒരു മിനിറ്റ് പറയണ കേക്ക്, അതാണ് സ്പോട്ടി പ്രകാരം അതന്നെ. വീട്ടിൽ വിളിച്ച് പറയും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം ഞാൻ പറയണത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. സ്പോട്ടിലെ പ്രതികരണം ഇത് തന്നെ. കാരണം എനിക്ക് പറ്റില്ല ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്. ഒന്നെങ്കിൽ ഞാൻ സംസാരിക്കാം. ആ സ്പോട്ടിൽ വിളിച്ച് ഒന്നെങ്കിൽ അമ്മോട് പറയും, വീട്ടുകാരോട് ആദ്യം അറിയിക്കും, അമ്മ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, എനിക്ക് ഇവിടെ അനങ്ങാൻ പോലും വയ്യ, ഞാൻ ഇവിടെ പോകാൻ പറ്റാത്ത അവസ്ഥ. സെക്കൻഡ്, എന്തായാലും ആ കുട്ടിക്ക് നല്ലൊരു ഫ്രണ്ട്സോ ആരെങ്കിലും ഇല്ലാതിരിക്കില്ല, അത്രയും ഇന്റിമേറ്റ് ആയിട്ട് ആരെങ്കിലും ഒരാൾ അവരെ വിളിച്ച് പറയും. സ്പോട്ടിലാണ് അതൊക്കെ, ഇങ്ങനെ ഒരു വിഷയം വന്നു, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അതൊന്നും അറിയാതെ ബസ്സിൽ കയറി ഒരുത്തം തോണ്ട് വിളിക്കുക, ആ തോണ്ടും കൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുവോ? നിങ്ങൾ എന്താണ് മനുഷ്യ ഈ പറയണത്? എത്രയോ സൊല്യൂഷൻസ് ഉണ്ട് നമുക്ക്. വയ്യാന്ന് നമുക്ക് സ്വന്തമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ വയ്യായ്മ വെച്ച് ബസ്സിൽ കയറി ഒരുത്തം തോന്നി. എന്ത് വർത്താനാണ് ഈ പറയണത്? അതൊക്കെ നിങ്ങൾ ഇപ്പൊ ഇയാൾ ചെയ്യുന്നോണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്ത് കാണുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വ്യക്തമായിട്ട് പറയില്ല. കാരണം നിങ്ങൾ സഹകരിച്ചപ്പോ ബസ്സിൽ വെച്ച് നിങ്ങൾ അങ്ങനെ ചെയ്തു. അതാ ഇത്ര വ്യക്തമായിട്ട് പറയണത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ബോധവും വിവരമുള്ള ആൾക്കാര് ഈ പറയുന്ന രണ്ടഭിപ്രായത്തോട് യോജിക്കില്ല. നിങ്ങൾ നോക്ക്, ഒന്നെങ്കിൽ സ്പോട്ടിൽ ശരി, ഞാനാണ് ഒരു പാവപ്പെട്ട കുട്ടി, എന്നെ വീട്ടിൽ ഓഫീസിൽ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ വഴക്ക് പറഞ്ഞ് ഞാൻ തകർന്ന് തരിപ്പണായി, എനിക്കിത് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആദ്യം എടുത്ത് ഫോൺ ഉണ്ടല്ലോ, എന്തായാലും ഫോണില്ലാത്തൊരു പാവപ്പെട്ട കുട്ടിയാണ് ബുദ്ധി കയറട്ടെ, അമ്മ എന്നെ ഇതിങ്ങനെ ഒരു വലിയ വിഷയം ഉണ്ടായി, ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യണമെന്ന് എന്റെ പേരൻസിനോട് ചോദിക്കും. രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 2 പോയിന്റും കേട്ടോ, എന്റെ അടുത്ത സുഹൃത്തുണ്ടാവും, എന്നെ ഒന്ന് എത്തിച്ചേരണം, എനിക്ക് തന്നെ പോകാണ്. അല്ലാതെ ബസ്സിൽ കയറി മറ്റവന്റെ തോണ്ടും മേടിച്ചുകൊണ്ട് മരവിച്ച് നിൽക്കുന്ന പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല. ഇന്നത്തെ കാലം അതല്ല. പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത അനുഭവം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ഇനി മോൻ ഇനി അത് വീണ്ടും തുടങ്ങും. ബാക്കി ചോദിക്കും. നിങ്ങൾക്ക് നല്ലപോലെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നിങ്ങളുടെ അനുഭവം പ്രതികരണമല്ല ചേച്ചി പറഞ്ഞത് കാര്യം തന്നെയാണ്. വീട്ടിൽ വിളിച്ചു അതാണ് സ്പോട്ടിലെ പ്രതികരണം. തോന്നുന്നുണ്ടോ? ഈ ഇരിക്കുന്ന ആർക്കും തോന്നിയിട്ടില്ല. നിങ്ങൾ അവിടെ എവിടെയൊന്നും ചോദിക്കില്ല. ഞാൻ ചോദിക്കണേ, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? എന്റെ വ്യക്തമായ എന്റെ നിലപാട്, എന്റെ അഭിപ്രായം. ഞാനാണ് ഒരു കാര്യം ചെയ്യുക. ഇവർക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ചോദിക്കണ്ട, നാളെ ഇതിന്റെ മറുപടി നാട്ടുകാർ പറഞ്ഞോളൂ. കാരണം എന്താ അറിയോ, ഒരു പെൺകുട്ടി അതുപോലെ ബലഹീനതയായിട്ട് അവർക്ക് വയ്യാതിരിക്കുന്ന അവസ്ഥയില് സ്വന്തം കുടുംബം ഉണ്ടെങ്കിൽ കുടുംബം, അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തുക്കളെ അവരോട് ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ്. ശരി, നിങ്ങൾ ഈ പറയുന്ന പോലെ ആ കുട്ടി അങ്ങ് ആത്മഹത്യ ചെയ്താലോ? ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. പിന്നെന്താ ചെയ്യണ്ടേ? ശരി, നിങ്ങൾ പറഞ്ഞ പോലെ ബസ്സിൽ വലിഞ്ഞു കയറി വല്ലവന്റെ തോണ്ടും കൊണ്ട് മരവിച്ച് ഇങ്ങനെ നിക്കണോ? എന്ത് വർത്താനാണ് ഭായി മരവിച്ച് നിക്കണോ? പിന്നെ താനിത്തിനും പറഞ്ഞു. ശരി, മരവിച്ച് നിക്കാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങളാണ് ചേച്ചി പറഞ്ഞത്. എന്ത് കാര്യങ്ങള്? വീട്ടിൽ വിളിക്കാം. അത് ആദ്യം ബസ്സിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ പല അനുഭവം ബസ്സിലുണ്ടാവും. മരവിച്ച് നിൽക്കും, ആമ്പിള്ളേര് തോണ്ടിന്ന് വരും, അതൊക്കെ വരും. പക്ഷെ അല്ല, സിമ്പിൾ അല്ല, റിയാക്ട് ചെയ്യും.
തോണ്ടി കഴിഞ്ഞാൽ അവക്ക് പറ്റുന്നില്ലല്ലോ. ആ കുട്ടി തകർന്ന് തരിപ്പണായി മരവിച്ച് നിൽക്കുമല്ലേ. അതെ. അപ്പൊ മരവിച്ച് നിൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ പറഞ്ഞൂടെ, ഒരു സുഹൃത്തിനും കൊണ്ട് വണ്ടി കയറി കൂടെ. വളരെ ഓപ്പൺ ആയിട്ട് പറയാം, പുരുഷന്മാരെക്കാൾ സ്ത്രീ വിരുദ്ധതയാണ് ചേച്ചി ഇരുന്ന് പറയുന്നത്. ഒരിക്കലല്ല. ഞാനിപ്പോ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇപ്പൊ താങ്കൾ ചോദിച്ചെന്താ, ഒരു കുട്ടി തകർന്ന് തരിപ്പിണമായി വണ്ടി കയറിയപ്പോൾ ഒരുത്തൻ അവരെ തോണ്ടിയിട്ട് പോലും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഒരു സുഹൃത്തിനെ മോനെ എനിക്ക്, അല്ലെങ്കിൽ മോനെ ഫ്രണ്ട്സ് ഉണ്ടാവും, എനിക്ക് ബസ്സിൽ തന്നെ കയറാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഒന്ന് എങ്ങനെയും ഒന്ന് എന്റെ വീട്ടിലെത്തിച്ചാൽ, അതാണ് സ്പോട്ട്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ വണ്ടി കയറി അവന്റെ തോണ്ടും മേടിച്ച് പിടിച്ച് മരവിച്ച് നിൽക്കുന്നവർക്ക് പിന്നെ അതിനപ്പുറം ഈ കുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നിടത്ത് ആ കുട്ടി തട്ടിക്കൊണ്ട് പോകില്ലേ? മരവിച്ച് നിൽക്കുവാണല്ലോ, എന്നാ പിന്നെ പിടിച്ചോണ്ട് പോകൂടെ? അതുകൊണ്ട് ആ വക ചോദ്യം എന്നോട് ചോദിക്കണ്ട, എന്റെ ഉത്തരം ഇത് തന്നെ. ഈ ഉത്തരത്തിലുള്ള മറുപടി എന്തായാലും പ്രേക്ഷകർ അവര് തന്നോട്ടെ, അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല. പിന്നെ ദയവ് ഇത് ഈ മാതിരി ഒന്നും പോയി തോണ്ടരുത് കേട്ടോ. അത്ര നല്ല അനുഭവം പറഞ്ഞതുകൊണ്ട്, അല്ല ഇത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട്, ഇത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ, അതാ പറയാ, ഇത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് പറയാ, ബസ്സിൽ കയറി ആരെയും തോണ്ടാൻ നിൽക്കരുത്. കേട്ടല്ലോ? അല്ല മോനെ, ബസ്സിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അല്ല അതൊന്നും അല്ല, ഞാൻ ഒരു കാര്യം പറയാം. അല്ല ഞാൻ പറയട്ടെ, ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ബലഹീനയായ ഒരു സ്ത്രീ വന്നാൽ തോണ്ടുമെന്ന് പറയുമ്പോ ദയവ് ചെയ്ത് മോൻ ബസ്സിൽ കയറി ആരെയും തോണ്ടാൻ നിൽക്കരുത്. എന്റെ മോന്റെ കാര്യം ഒന്നും നീ പറയണ്ട. എന്റെ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിച്ചതിന് ഉത്തരമാണ് പറഞ്ഞത്. ഞാൻ നല്ല കറക്റ്റ് അല്ല ഞാൻ തോണ്ടുന്നല്ല പറയുന്നത്. അതെന്തുകൊണ്ടാ പറയാൻ കാരണം, ഞാനതിന്റെ ഉത്തരം പറഞ്ഞു സ്പോട്ടിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിനുള്ള മറുപടി പറഞ്ഞത്. പിന്നെ എന്റെ മോനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും നീ പറഞ്ഞു തരാം. ഞാൻ പഠിപ്പിച്ചില്ലല്ലോ. ഞാൻ എന്നോട് അതെ, ഈ മാതിരി ചോദ്യങ്ങളൊന്നും പ്രിയങ്ക എന്ന ആളോട് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, ഞാൻ നല്ല മറുപടി, എന്റെ നിലപാടുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത് ഇപ്പോഴും പറയാം, ഞാൻ സ്ത്രീ വിരോധമുള്ളത്. എന്ത് സ്ത്രീ വിരോധം? ഞാൻ എന്താ പറഞ്ഞത്, ആ കുട്ടിക്ക് ബലഹീനത, ആ കുട്ടിക്ക് വയ്യായ്മ ആ കുട്ടിയെ വീട്ടിൽ വിളിച്ച് പറയും, സുഹൃത്തിനെ വിളിച്ച് വീട്ടിൽ പോകുന്ന ഞാൻ പറഞ്ഞത്. അല്ലാതെ ആ സ്ത്രീയെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കണല്ലേ. ഇത് തന്നെ സ്പോട്ടിൽ പ്രതികരിക്കുക. ഞാനാണ് ഈ സ്പോട്ടിൽ എങ്ങനെ പ്രതികരിക്കുക? ഞാനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് നിൽക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ സ്പോട്ടിൽ പ്രതികരിക്കുക. അല്ലാണ്ട് ബസ്സിൽ കയറി മറ്റവരുടെ തോണ്ടും കണ്ടിട്ട് അയ്യോ ഞാൻ ബലഹീനതയാണ് എനിക്കുണ്ടായത്. ചേച്ചി ഒരാളുടെ പേര് വെളിപ്പെടുത്തും, ഉടനെ വെളിപ്പെടുത്തും 2-3 ഇന്റർവ്യൂസിൽ പറഞ്ഞു. ഞാൻ പ്രതികരിച്ചാണല്ലോ. എന്തുകൊണ്ട്? അതിന് ഉത്തരം കണ്ടില്ലേ? അതിന്റെ ഉത്തരം വായിച്ചിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. ഞാനൊരു സ്ത്രീയെ സ്നേഹിക്കുന്നു. ആ പറയുന്ന ആളുടെ അമ്മ ഒരു സ്ത്രീയാണ്, ഭാര്യ സ്ത്രീയാണ്, സ്ത്രീയാണ് ഉണ്ട്. താൻ വായിച്ചിട്ടുണ്ടാവില്ല, മറ്റുള്ളവർ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കുടുംബത്തില് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. രണ്ടാമത്, ഈ പറയുന്ന വ്യക്തി ഞാൻ ആരെ പേരെ പറഞ്ഞ അയക്ക് നന്നായിട്ട് അറിയാം. അയാൾ ഞാൻ എപ്പോ വേണേ പറഞ്ഞു, ഞാൻ പ്രതികരിച്ചിട്ട് ആ പടം ചെയ്തിട്ടില്ല. താൻ അറിഞ്ഞോ അത്? ഞാൻ ആ സ്പോട്ടിൽ പ്രതികരിച്ച ആ പടത്തിൽ ഇറങ്ങിപ്പോയി. ഓക്കെ, അതാണ് എന്തിന് എനിക്ക് തീർക്കാൻ പറ്റിയത് ഞാൻ തീർക്കും. കേസിൽ കൂടെ അല്ല പ്രിയങ്ക തീർക്കണത്. എന്റെ കാര്യം എന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി, ഞാൻ തീർക്കും. എനിക്ക് ഈ പബ്ലിക്കിൽ കൊടുത്തിട്ട് വലിച്ചഴിച്ച് തീർക്കേണ്ട കാര്യമില്ല. പിന്നെ എന്നോട് ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞത്, ഞാൻ ആ പടത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്, പക്ഷെ ആ വ്യക്തിയുടെ പേര് ഞാൻ പറയില്ല. കാരണം അവരുടെ അമ്മ സ്ത്രീയാണ്, മകളുണ്ട് വളർന്നവന്, ഒരു ഭാര്യയുണ്ട്. ഇവരൊക്കെ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ പറയുന്നത് ഇവരുടെ ജീവിതകാലം മുഴുവൻ ഇവരിത് കേൾക്കണ്ടേ? എനിക്ക് താല്പര്യമില്ല. പക്ഷേ ആ പറയുന്ന ആളുണ്ടല്ലോ, അയാൾക്കറിയാൻ എന്റെ പേരാണ് പറയാൻ പോണെന്നുള്ളത്. അയാൾ നീറി അനുഭവിക്കട്ടെ. ഇപ്പോഴും അത് അനുഭവിക്കണ്ടേ? ഞാൻ എപ്പോഴും പറഞ്ഞാലോ ഒന്ന് പേടി കാണും. അനുഭവിക്കട്ടെ, അതാണ് എന്റെ മറുപടി. അല്ലാണ്ട് പ്രിയങ്ക സ്പോട്ടിൽ ജോലി സ്ഥലത്ത് പ്രിയങ്ക ഒരുപാട് പുറത്തു നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് സ്പോട്ടിൽ പ്രതികരിച്ചിട്ട്. അതൊന്നും എനിക്ക് ഈ മീഡിയയിലും ആൾക്കാർ വിളിച്ച് വരട്ടെ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാര്യമില്ല. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എന്റെ മോനൊക്കെ വളർന്നു വരുന്നൊരു മോനാ, അവനൊക്കെ ജീവിച്ചു വരണം. അതിന്റെ ഇടയ്ക്ക് പ്രിയങ്ക ഈ പറഞ്ഞു കേൾക്കാൻ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ കൊടുത്തു കഴിഞ്ഞ കഥ. അതൊക്കെ വേറെ വലുതുകൊണ്ട് ചോദിക്കും. ചേച്ചി പറയുന്നതും ചെയ്യുന്നതും രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള കാര്യങ്ങളാണ്. ചേച്ചി പറയുന്നതൊന്ന് അത് നിങ്ങളല്ലേ പറയണത്. ഞാൻ എന്താ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് പറഞ്ഞാ? ചേച്ചി പറഞ്ഞു സ്പോട്ടിൽ പ്രതികരിക്കും, ഇന്നും പ്രതികരിക്കും. ഇപ്പൊ നിങ്ങളോട് ഞാൻ പ്രതികരിച്ച സ്പോട്ടിലാ അല്ലേ? നാളത്തേക്ക് മാറ്റി വെച്ച് പ്രതികരിക്കും. എനിക്ക് പറയാതെ ഞാൻ ഇവിടെ പറയും. ഞാൻ എന്താ പറഞ്ഞേ? ഇത് പറയാനുള്ള കാര്യങ്ങൾ എന്റെ സ്പോട്ടിൽ പറയേണ്ട ആവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പ്രതികരിക്കും. സംസാരിച്ചാലും കാര്യമില്ല മോനെ. അതിന് നല്ല മറുപടി ഞാൻ ഒരു കാര്യമില്ല. കാരണം ഞാൻ നല്ല മറുപടി തരും.
സംസാരിച്ചാലും വരില്ല കാര്യമില്ല ഞാൻ, തന്നെയാണ് കാരണം പോയിന്റ്. നിങ്ങളെ പോലെയുള്ളവരൊക്കെ വേറെ ആൾക്കാരോട് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും. ആരാ എന്നോട് ചോദിച്ചാൽ ഞാൻ നല്ല മറുപടി തരും. സംസാരിച്ചാലും ഇനി വേറെ കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരിയാണ്, ചോദിച്ചോ. സംസാരിച്ചാലും കാര്യമില്ല. ഇല്ല, നിന്നോട് ഒട്ടും ഉത്തരം പറഞ്ഞിട്ട് അതെ കാര്യമില്ല. കാരണം എന്താ അറിയോ, അതെ ഒരു വിവരമില്ലാത്ത ആളാണ്. അതെ എന്ത് അതെ പറയാനാ? അതെ അതെ ഇപ്പൊ അതെ തന്നെ ഞാൻ സ്ത്രീ വിരോധിയാന്ന് പറഞ്ഞു, ഞാൻ ഒരിക്കലും അതെ. സ്ത്രീ വിരോധിയല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ എന്നോട് തീരെ ചൂടായിട്ട് വിവരമില്ലാത്തൊരു കാര്യമില്ല. മനുഷ്യനാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇല്ല, ശരിയായിക്കോട്ടെ. ഒന്നുമില്ല, അത് കുറച്ച് നമുക്ക് കമന്റ് വരും മനസ്സിലാവും. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. അഖിൽമാരാർ, ഉം, ഇപ്പോൾ പ്രസവവും ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് ഉം, നിൽക്കുകയാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? വളരെ എൻജോയ് ചെയ്ത പ്രോസസ്സാണോ? ചേച്ചി പ്രസവിച്ചിട്ടുള്ള ആളാണ്, ഉം, ഒരു അമ്മയാണ്. ഉം. വളരെ എൻജോയ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണോ? എൻജോയ് ചെയ്തിട്ടില്ല. ആ. എല്ലാവരും സുഖപ്രസവമാണോ എന്ന് ചോദിക്കും. ഉം. അതായത് നോർമൽ ഡെലിവറിക്ക് അങ്ങനെയാണ് ചോദ്യം. ഉം. ഈ സുഖപ്രസവമാണ്. അപ്പം ഞാനും കേട്ടപ്പോൾ എന്താ വിചാരിക്കാൻ, സുഖപ്രസവമാണോ ഉം. അങ്ങനെ ആയിരിക്കുന്നു. സുഖപ്രസവം എന്ന് പറയണതല്ല, ഇത് ഒരു സ്ത്രീയായ ഞാൻ പ്രസവിച്ച ഒരു അമ്മയാണ്. ഉം. നമ്മുടെ ശരീരത്തിലെ 24 എല്ലുണ്ട്, അതെല്ലാം കുത്തി ഒടിച്ച് കളഞ്ഞാൽ എങ്ങനെ ഇരിക്കും വേദന. ചേച്ചി നോർമൽ ഞാൻ ഡെലിവറി? നോർമൽ ഡെലിവറി അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഉം. ഒരു അമ്മ എന്ന് പറയണത് ഇതുപോലെ വേദന അറിഞ്ഞ് പ്രസവിച്ച് വന്ന ഒരു അമ്മയാണ് ഞാൻ. എന്തുമാത്രം വേദന തിന്നിട്ടുണ്ടെന്നും ഇതെല്ലാം പൊട്ടി ചുണ്ടെല്ലാം പൊട്ടിക്കീറിയ ഒരാളാണ് ഞാൻ. ഉം. അപ്പോൾ സുഖപ്രസവമൊന്നുമല്ല, നമ്മൾ എത്രത്തോളം വേദന തിന്നാണ് ആ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് ഈ 9 മാസ എന്നുള്ളത്. കാലഘട്ടം എങ്ങനെയാണ്? 9 മാസ കാലഘട്ടം, ഇപ്പോൾ 2-3 മാസം ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ആസ്വദിക്കുകയാണ്, കുഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള, കുഞ്ഞ് നന്നായിരിക്കാൻ വേണ്ടിയുള്ള ഫുഡ് കഴിക്കുക, ഇതെല്ലാം ആസ്വദിച്ച് കുഞ്ഞുണ്ടായതിന് ശേഷം 10 വർഷം എൻ്റെ മോൻ്റെ കൂടെ ഇരുന്ന് ഒരു ജോലിക്കും പോകാതെ എൻ്റെ കുഞ്ഞിനെ നോക്കിയ ആളാണ് ഞാൻ. 10 വർഷം ഞാൻ ഒരു ഷൂട്ടിങ്ങിനും പോകാറില്ല. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ മോൻ്റെ വളർച്ചയാണ് എനിക്ക് ഏറ്റവും വലുത്. 10 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജോലിയിലേക്ക് ഇറങ്ങിയ ആളാണ്. അതുവരെ ഞാനൊരു അമ്മയാണ്, എനിക്ക് ചെയ്യേണ്ട കടമ മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീടും കുടുംബവും ഒക്കെ നോക്കിയിരിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ അഖിൽമാരാർ പറഞ്ഞ പ്രസവത്തിൻ്റെ കാര്യം, അത് അഖിൽമാർ അടുത്ത ജന്മെങ്കിലും ഒരു പെണ്ണായിട്ട് വന്നിട്ടൊന്ന് പ്രസവിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്താണെന്നറിയോ, ചേച്ചി യോജിക്കുന്നില്ല അതിനോട്? ഞാൻ ഒരിക്കലും യോജിക്കില്ല. കാര്യം എന്തിനു യോജിക്കുന്നത്? എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഒരു അമ്മ എന്ന് പറയണത് എത്രത്തോളം ഒരു മക്കളെ സ്നേഹിക്കുന്നതാണ്. കാരണം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ഈ പ്രസവമൊക്കെ കഴിയുമ്പോഴാണ് അറിയണത് 2 മക്കളുള്ളത് എൻ്റെ അമ്മ. ഞാൻ അമ്മായിമ്മ എന്ന് പറയാറില്ല. ആ അമ്മയെ ഞാൻ സ്നേഹിക്കണ കാരണം എന്താ, എൻ്റെ ഭർത്താവിനെ ഇത്രയും നൊന്ത് പ്രസവിച്ച ഒരു അമ്മയാണ് ആ അമ്മ. എൻ്റെ അതേ വേദന ആ അമ്മ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ അമ്മയെ സ്നേഹിച്ചേ പറ്റൂ. അങ്ങനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ഭർത്താവിനേക്കാളും കൂടുതൽ ആ അമ്മ സ്നേഹിക്കുന്നത് എൻ്റെ മോനെയാണ്. എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മക്കൾ എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ്. അതുപോലെ തന്നെയല്ലേ അമ്മ ഭർത്താവിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഏത് ലോകത്തിരുന്നാലും ഞാൻ അത് കഴിയാതെ ഒന്നും ചെയ്യാറില്ല. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രസവത്തെക്കുറിച്ച് ഇത്രയും നിസ്സാരമായിട്ട് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അത് അനുഭവിക്കുക തന്നെ ചെയ്യണം, എന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു, അത് പറഞ്ഞോട്ടെ.